ഇനിയാണ് മോളുടെ ദാമ്പത്യ ജീവിതം ശരിക്കും തുടങ്ങാൻ പോകുന്നത്. മോള് കണ്ണന്റെ സമ്പത്തിനെ അല്ല സ്നേഹിച്ചത്, കണ്ണനെയാ. അത് മനസ്സിലാക്കിയ ദൈവങ്ങൾ മോൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം മോൾക്ക് തന്നിരിക്കുക. എപ്പോഴാ നീ യാത്ര പോകുന്നത്? കണ്ണേട്ടൻ മരിച്ചെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ഇന്ന് രാത്രി പോണം. അത് കഴിഞ്ഞ് നാളെ രാവിലെ മൂന്നാറിന്. ആളറിയാത്ത സ്ഥലത്ത് പോയാലല്ലേ കണ്ണന്റെ കൈകോർത്ത് പിടിച്ച് നടക്കാൻ പറ്റൂ. അവിടെ പോയി ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ പോര്. പക്ഷേ ഈ സന്തോഷത്തിനിടയിൽ എന്നെയും നിങ്ങൾ രണ്ടാളും സന്തോഷിപ്പിക്കണം. അമ്മ ഞങ്ങൾക്കൊപ്പം വരുന്നോ? അയ്യോ, നിങ്ങൾക്കൊപ്പം വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. അധികം വൈകാതെ ആ വാർത്ത രണ്ടാളും എന്നെ കേൾപ്പിക്കണം. ആ സിദ്ധയായ അമ്മ പറഞ്ഞ കാര്യം, കണ്ണനിൽ മോൾക്കുണ്ടാവുന്ന കുഞ്ഞിന്റെ കാര്യ അമ്മ പറഞ്ഞത്. എന്റെ പേരക്കുട്ടിയുടെ കാര്യം. ആ അമ്മയുടെ വാക്കൊന്നും വെറും വാക്കായി പോയില്ല മോളെ. നമ്മുടെ ജീവിതത്തില് ഇന്ന് വരെ ആ അമ്മ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് 100% സത്യമാണമ്മേ. ദൈവത്തിന്റെ ദൂതുമായി നടക്കുന്ന ഒരു അമ്മയാ അമ്മ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അന്ന് കണ്ണേട്ടന് ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തുനിന്നാ എനിക്ക് ഞാൻ പൂജിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം കിട്ടിയത്. ആ അയ്യപ്പ വിഗ്രഹം കണ്ണേട്ടന് സമ്മാനിച്ചത് ഒരു അമ്മയാ. അത് ഞാൻ കാണുന്ന അമ്മയാണോന്ന് എന്റെ സംശയം. ആവാനാണ് മോളെ വഴി. ഓർമ്മ വെച്ച നാള് മുതല് തുളസിമാല കെട്ടി ഗുരുവായൂരപ്പന് ചാർത്താറുണ്ടായിരുന്നു മോള്. എന്നേക്കാൾ കൂടുതൽ പൂജാമുറിയില് ചെലവഴിക്കാറും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു സമയം കഴിയുമ്പോ ഭഗവാൻ ഭാഗ്യാനുഭവങ്ങൾ ഓരോന്നായി കൊടുക്കും. തുടക്കത്തിലെ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് നല്ല ജീവിതം കൊടുക്കും. അതാണ് മോൾക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റൊന്നുകൂടി ഇപ്പോ ദൈവങ്ങളോട് ഉള്ളുരുകി പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല മോളെ, കരുണയുടെ മനസ്സ് മാറണേന്ന്. ചേച്ചി അനിയത്തെ സ്നേഹിക്കുന്നത് പോലെ അവൾക്ക് മോളോട് ഇഷ്ടം തോന്നണേന്ന് ഏതു നേരത്തും ഇപ്പൊ എന്റെ പ്രാർത്ഥന. അങ്ങനെയൊക്കെ ഞാനും ഭഗവാന് മുന്നിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രം നടക്കുന്നില്ലല്ലോ അമ്മേ. ഇനി നടക്കുന്നും തോന്നില്ല. കണ്ണേട്ടന്റെ ബോഡിയും കാത്ത് കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവർ കാത്തിരിക്കുക. ആ കൂട്ടത്തിൽ കരുണയുണ്ട്. അവക്ക് കണ്ണേട്ടന്റെ ചലനമില്ലാത്ത ശരീരം മാത്രമല്ല കാണേണ്ടത്, അതിനു മുന്നിലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന എന്നെ കൂടെ. അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് വിഷമിച്ചതാ ഞാനും അമ്മയും. പക്ഷെ ഞാനും കണ്ണേട്ടനും ഒക്കെ മരിച്ചു കിടന്ന അവളുടെ കണ്ണീന്ന് കണ്ണീര് വരും. സങ്കടം കൊണ്ടുള്ള കണ്ണീരല്ല, ആനന്ദ കണ്ണീരാ.